എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ റെയിൽവേയുടെ സീരീസ് നമ്മൾ കുറച്ച് നാളായിട്ട് റെയിൽവേയുടെ PYQ സീരീസ് പോകുന്നുണ്ട്. അപ്പോൾ NTPCയുടെ തന്നെ മറ്റൊരു ഷിഫ്റ്റിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് മാക്സിമം നിങ്ങളായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ വേണ്ടി നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്തായാലും. അപ്പോൾ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റെയിൽവേക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സീരീസിന്. 2 മാർക്കിനും 3 മാർക്കിനും തന്നെ പല ഷിഫ്റ്റുകളിലും ചോദിക്കുന്നുണ്ട് സീരീസിൻ്റെ ക്വസ്റ്റ്യന്. അപ്പോൾ അത് നമ്പർ സീരീസും വരാറുണ്ട്, ലെറ്റർ സീരീസും വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്പർ സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്പേഴ്സ് ആണ് ചിലപ്പോഴെങ്കിലും ചിലക്കെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. 7, 9 നോർമലി നമ്മൾ അടുത്തടുത്തുള്ള നമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഡിഫറൻസ് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു +2 കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ, +2 കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് +4 ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 13 നിന്ന് 21ലേക്ക് വരുന്ന സമയത്ത് അതൊരു എത്രയാണ് 8 ആയിട്ടാണ് വരുന്നത് അല്ലേ, +8 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ് ആ നമ്പർ മാറുന്നതിൻ്റെ ഒരു സീരീസ് നമ്മൾ നോക്കുമ്പോഴത്തേ ആദ്യം 2 കൂടുന്നു, പിന്നെ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള നമ്പർ 4 കൂടുന്നു, പിന്നെ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള നമ്പർ 8 കൂടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന നമ്പർ ഏതായിരിക്കും? 8ൻ്റെ ഇരട്ടിയായിരിക്കും. എത്രയാണ്? 16 ആയിരിക്കും അല്ലേ, +16. അപ്പോൾ 16 കൂടുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും ആൻസർ വരിക? 21 + 16 37 ആയിരിക്കും ആൻസർ വരിക അല്ലേ. നമ്മുടെ ആൻസർ 37 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്പർ സീരീസ് ആണ് ഇത്. അത്യാവശ്യം എളുപ്പമുള്ള സീരീസ് ആണ്, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിലേക്ക് നോക്കാം. അതും ഒരു സീരീസ് തന്നെയാണ്, നമ്പർ സീരീസ് തന്നെയാണ്. അപ്പോൾ അവിടെ ഒന്ന് നമുക്ക് നമ്പർ കാണുമ്പോൾ പെട്ടെന്നൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഇത് എന്തുവാ ഇങ്ങനെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സാധാരണ കാണുന്ന നമ്പേഴ്സിൽ നിന്നും ഒരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആ ഒരു ലോജിക്ക് എന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഈ ഒരു അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ഡിഫറൻസ് എടുത്ത് നോക്കുക. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങളാരും കണ്ടുപിടിക്കുക, എന്നിട്ട് ആൻസറിലേക്ക് പോകാം. നമുക്ക് ഞാനിപ്പോൾ ചെയ്യുവാണ്. അപ്പം 3ഉം 4ഉം നോക്കുമ്പോൾ നമുക്ക് ഒരു നമ്പർ കൂടുന്നതായിട്ട് +1 ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, +1 ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 4ന്ന് 0ലേക്ക് പോകുമ്പോൾ, ഓക്കെ, 4ന്ന് 0ലേക്ക് പോകുമ്പോൾ നമുക്കൊരു 4 കുറയുന്നതായിട്ടാണ് അല്ലേ, -4 ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ആദ്യം +1 ആയിരുന്നു, പിന്നെ -4 വന്നു. അത് കഴിഞ്ഞിട്ട് 0ന്ന് 9ലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം +9 ആണ് അല്ലേ, 9 കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത 9ന്ന് -7ലേക്കാണ് പോരുന്നത്, അപ്പോൾ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. 9ന്ന് -7ലേക്ക് വരുന്ന സമയത്ത് എത്ര കുറഞ്ഞിട്ടായിരിക്കും വരാം? 9ന്ന് -7ലേക്ക് വരുന്ന സമയത്ത് 16 കുറയുന്നുണ്ട് അല്ലേ, 16 കുറയുന്നുണ്ട്. 16 കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ നമ്പേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് +, ഡീലാണ് പോകുന്നത്. ആദ്യം പ്ലസ് ചെയ്തു, പിന്നെ മൈനസ് ചെയ്തു, പിന്നെ പ്ലസ് ചെയ്തു, പിന്നെ മൈനസ് ചെയ്തു. -16 എടുക്കുമ്പോഴാണ് നമുക്ക് ഈ -7 വരുന്നത് കേട്ടോ. 9 -16 വരുമ്പോഴാണ് -7 നിങ്ങൾക്ക് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് പ്ലസും മൈനസും അപ്പോൾ ഉറപ്പായിട്ട് നെക്സ്റ്റ് വരുന്ന നമ്പർ +8 വരിക. അത് നമുക്ക് ഉറപ്പാണ് അല്ല, കാരണം സൈൻ അങ്ങനെ പോയിരിക്കുന്നത്. അവിടെ നിങ്ങൾ നോക്കും നമ്പേഴ്സിൻ്റെ പ്രത്യേകം നിങ്ങൾ നോക്കുന്ന സമയത്ത് 1, 4, 9, 16. ഓക്കെ, 1 1ൻ്റെ സ്ക്വയർ, 4 2ൻ്റെ സ്ക്വയർ, അടുത്ത 3ൻ്റെ സ്ക്വയർ, അടുത്ത 4ൻ്റെ സ്ക്വയർ. അപ്പം നെക്സ്റ്റ് എന്തായിരിക്കും? 5ൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ. 5ൻ്റെ സ്ക്വയർ ആകുമ്പോഴത്തേക്കും 25 നമ്മൾ കൂട്ടണം, +25 -7 +25 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. എത്ര വരിക? 18 എന്നായിരിക്കും വരിക അല്ലേ. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക, 18. കാണുമ്പോൾ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഡൗട്ട് തോന്നാൻ ചാൻസ് ഉള്ള ഒരു നമ്പേഴ്സ് ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് ലോജിക്ക് തന്നെയാണ്. സ്ക്വയർ നമ്പേഴ്സ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നൊരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തതൊരു വെൻ ഡയഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വെൻ ഡയഗ്രാം അനാലിസിസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ടോപ്പിക്കാണ്. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വെൻ ഡയഗ്രാം അനാലിസിസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരുവിധമുള്ള എല്ലാ ഷിഫ്റ്റുകളിലും നമ്മൾ ചോദിച്ച് കാണുന്നുണ്ട് വെൻ ഡയഗ്രാം അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് 4 വേർഡുകൾ തന്നു. സാധാരണ നമുക്ക് 3 വേർഡുകൾ തന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ 4 വേർഡുകൾ തന്നിട്ടുണ്ട്: പാരലോഗ്രാം, റോംബസ്, ട്രപ്പിസോയിഡ്, സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ 4 വേർഡ്സ് തന്നിട്ട് അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
എടാ നോക്കിയേ, ഇവിടുത്തെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ 2 ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ 2 ആയിരിക്കും. അതായത് ഈ സ്ക്വയർ എന്ന് പറയുന്നത് റോംബസിനകത്ത് വരുന്ന സാധനമാണ്. ഓക്കെ, സ്ക്വയർ ഈസ് എ റോംബസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് റോംബസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി റോംബസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പാരലോഗ്രാം ആയിരിക്കും. പാരലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡുകളും ഓപ്പോസിറ്റ് ആംഗിളൊക്കെ ഈക്വൽ ആയിട്ട് വരുന്ന കൺസെപ്റ്റ് ആണ് പാരലോഗ്രാം. അപ്പം റോംബസും സ്ക്വയർ ഒക്കെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ പാരലോഗ്രാമിന്റെ അകത്ത് വരുന്നതാണ് റോംബസ് എന്ന് പറയുന്നത്. റോംബസിനകത്ത് വരുന്നതാണ് എന്ന് പറയുന്നത് സ്ക്വയർ എന്ന് പറയുന്നത്. ട്രപ്പിസോയിഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അല്ലേ? ട്രപ്പിസോയിഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്, രണ്ട് സൈഡുകൾ മാത്രമേ എന്താണ് പാരലായിട്ട് വരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നൊരു ഫിഗർ ആണ് അല്ലെ ട്രപ്പിസോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നു. ആ ഒരു വേർഡിന്റെ ലിമിറ്റ് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ലിമിറ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് അനാലിസിസ് ചെയ്യുക. അപ്പോൾ ആ 3 അല്ലെങ്കിൽ ആ 4 വേർഡ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. വെൻ ഡയഗ്രാമിൽ വരുന്ന സമയത്ത് അവർ നമ്മുടെ റിലേഷൻ എങ്ങനെ വരും എന്ന് മനസ്സിലാക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ സ്ഥിരമായിട്ട് കുറേ വേർഡുകൾ നമ്മൾ കാണും. ആ വേർഡുകളുടെയൊക്കെ കൃത്യമായിട്ടുള്ളൊരു വെൻ ഡയഗ്രാം നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും, വേർഡുകൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. പരിചയമില്ലാത്ത വേർഡുകളും അവരുടെ ലിമിറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രമേ പ്രശ്നം. ഇപ്പം ഇവിടെ തന്നെ പാരലോഗ്രാമും റോംബസും സ്ക്വയറും ട്രപ്പിസോയിഡും ഷേപ്പുകളെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ലാത്തവർക്ക് ഇത് ആൻസറിലേക്ക് പോകാൻ സാധിക്കത്തില്ല. ഓക്കെ, കാരണം ഓപ്ഷനൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഒരേപോലെയൊക്കെ വരുന്ന ഏകദേശം ഒരു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്, ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമ്മൾ. ഓക്കെ, സിലോജിസം ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിലോജിസം എപ്പോഴും എല്ലാ ഷിഫ്റ്റുകളിലും ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഷിഫ്റ്റ് മാത്രം ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഒരേ ഷിഫ്റ്റിൽ നിന്നും ചോദിക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. സിലോജിസം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. 2 or 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഷിഫ്റ്റിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ പഠിക്കുക, സിലോജിസം വിട്ട് കളയരുത്. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സിലോജിസം എന്ന് പറയുന്നത് അല്ലേ? നോക്കാം, സം ബോയ്സ് ആർ ബേർഡ്സ്. ഓക്കെ, സം ബോയ്സ് ആർ ബേർഡ്സ്. സം ബോയ്സ് ആർ ബേർഡ്സ്. ഓക്കെ, ബോയ്സും ബേർഡ്സും ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അത് കൃത്യമായിട്ട് രണ്ടിനും ബി എഴുതി വെച്ചാൽ നമുക്ക് പിന്നീട് നോക്കുമ്പോൾ ഡൗട്ട് വരും. ഓൾ ബേർഡ്സ് ആർ ആനിമൽസ്. ഓക്കെ, ഓൾ ബേർഡ്സ് ആർ ആനിമൽസ്. സിമ്പിൾ ആയിട്ടുള്ളൊരു വെൻ ഡയഗ്രാം ആണ്. ഇനി നമ്മൾ നേരെ കൺക്ലൂഷനിലേക്ക് പോകും അല്ലേ? സം ബോയ്സ് ആർ ആനിമൽസ്. ഓക്കെ, ബോയ്സും അനിമൽസും നമ്മുടെ റിലേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബോയ്സിന്റെ വെൻ ഡയഗ്രാം ഇതാണ്, അനിമലിന്റെ വെൻ ഡയഗ്രാം ഇതാണ്. അവർ നമ്മുടെ റിലേഷൻ എന്താണ്? സം റിലേഷൻ ആണ്. അപ്പോൾ സം റിലേഷൻ വന്ന സ്ഥിതിക്ക് സം ബോയ്സ് ആർ അനിമൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ സാധിക്കും. അതുപോലെ സം അനിമൽസ് ആർ ബോയ്സ് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. രണ്ടാമത്തെ കൺക്ലൂഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. 2 കൺക്ലൂഷനും ഫോളോ. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ബോത്ത് 1 and 2 ഫോളോസ്. കഴിഞ്ഞു. സിമ്പിളായിട്ട് സ്റ്റേറ്റ്മെന്റിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കുന്നു, കൺക്ലൂഷനിൽ പറയുന്ന ആൾക്കാർ നമ്മുടെ റിലേഷൻ നോക്കുന്നു, റിസൾട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ചെക്ക് ചെയ്യുന്നു, നമ്മുടെ ആൻസർ സെലക്ട് ചെയ്യുന്നു. ഇത്രയും സിമ്പിളായിട്ട് പോകാൻ പറ്റുന്ന ടോപ്പിക് ഇല്ല. പക്ഷെ അത് ആ കൺസെപ്റ്റുകളായി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാണ്ട് സിലബസും ചെയ്യാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, സിലബസിന്റെ കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാം. ബേസിക് ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്ത് നിങ്ങൾ അത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ സിലബസിന്റെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതും ഒരു സിലബസിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതും സം ബോയ്സ് ആർ ക്രിക്കറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെൻ ഡയഗ്രാം വരയ്ക്കുക. സം ബോയ്സ് ആർ ക്രിക്കറ്റേഴ്സ്. ഓക്കെ, സം ബോയ്സ് ആർ ക്രിക്കറ്റേഴ്സ്. സം ഗേൾസ് ആർ ക്രിക്കറ്റേഴ്സ്. ഓക്കെ, സം ഗേൾസ് ആർ ക്രിക്കറ്റേഴ്സ്. ഇങ്ങനെ ആയിരിക്കും വെൻ ഡയഗ്രാം വരിക. ഓക്കെ, സം ബോയ്സ് ആർ ക്രിക്കറ്റേഴ്സ്, സം ഗേൾസ് ആർ ക്രിക്കറ്റേഴ്സ്. ഓക്കെ, ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ പറയുന്നത്? ഓൾ ഗേൾസ് ആർ ക്രിക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗേൾസും ക്രിക്കറ്റും നമ്മുടെ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സം റിലേഷൻ ആണ് അല്ലേ? സമ്മിന് ഒരിക്കലും നമുക്ക് എന്ത് വരില്ല? ഓൾ എന്ന റിസൾട്ട് വരത്തില്ല. സം എന്ന് പറയുന്ന റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഓൾ എന്ന റിസൾട്ട് നമുക്ക് അവിടെ വരത്തില്ല. അടുത്ത സം ക്രിക്കറ്റേഴ്സ് ആർ ഗേൾസ്. ഓക്കെ, ക്രിക്കറ്റേഴ്സും ഗേൾസും നമ്മുടെ റിലേഷൻ സം എന്ന റിലേഷൻ തന്നെയാണ് അല്ലേ? സം എന്ന റിലേഷൻ ആയതുകൊണ്ട് സം ക്രിക്കറ്റേഴ്സ് ഗേൾസ് എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. അപ്പോൾ ഇവിടെ ബോയ്സും ക്രിക്കറ്റും നമ്മുടെ റിലേഷൻ നോക്കുകയാണെങ്കിൽ സം ബോയ്സ് ആർ ക്രിക്കറ്റേഴ്സ് പറയാം, സം ക്രിക്കറ്റേഴ്സ് ആർ ബോയ്സ് പറയാം. അതുപോലെ ക്രിക്കറ്റും ഗേൾസ് വരുമ്പോഴത്തേക്കും സം ക്രിക്കറ്റേഴ്സ് ആർ ഗേൾസ് പറയാം, സം ഗേൾസ് ആർ ക്രിക്കറ്റേഴ്സ് പറയാം. ഇനി പലവരും മിസ്റ്റേക്ക് വരുന്ന സാധനമാണ് ബോയ്സും ഗേൾസും വരുന്ന സമയത്ത് നോ ബോയ്സ് ആർ ഗേൾസ് എടുക്കും പലരും. ഓക്കെ, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നെഗറ്റീവ് റിലേഷൻ വരുന്ന ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ മാത്രമാണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ളപ്പോൾ നെഗറ്റീവ് വരില്ല. ഇത് നമ്മൾ പറയുന്ന അൺനോൺ റിലേഷൻ ആണ്. 2 വെൻ ഡയഗ്രാംസ് ഇങ്ങനെ കണ്ടിട്ട് ഇറക്കുമ്പോൾ അൺനോൺ റിലേഷൻ അറിയില്ല അവരുള്ള ബോയ്സും ഗേൾസും റിലേഷൻ അറിയില്ല. കാരണം ബോയ്സും ഗേൾസും തമ്മിൽ ബോയ്സും ക്രിക്കറ്റേഴ്സ് തമ്മിൽ സം റിലേഷനും ക്രിക്കറ്റേഴ്സും ഗേൾസ് തമ്മിൽ സം റിലേഷൻ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ബോയ്സും ഗേൾസും തമ്മിൽ റിലേഷൻ നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സമയത്ത് രണ്ടാമത്തെ ഓൺലി 2 ഫോളോസ്. ഓക്കെ, അത് ഓപ്ഷൻ 2 ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ് എന്നായിരിക്കും ആൻസർ വരിക.
റിലേഷൻസ് കൃത്യമായിട്ട് എടുക്കാൻ അറിയാമെങ്കിൽ ആൻസർ ഓക്കെ ആണ് നിങ്ങൾക്ക് സിലോജിസത്തിന്റെ കേസിൽ. ഓക്കെ, അടുത്തതൊരു ഓർഡറിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓർഡറിങ്ങിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ റാങ്കിങ് ആൻഡ് ഓർഡർ എന്നൊരു ടോപ്പിക് പഠിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന സാധനമാണ് ഓർഡറിങ് എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് PQRS TU and R are 7 students in a class. They are compared on the basis on their height. എൻ്റെ കുറച്ച് ഡേറ്റാസ് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വിച്ച് ഓഫ് ദി ഫോളോവിങ് സീക്വൻസ് ഓഫ് ദെയർ ഹൈറ്റ് ക്യാൻ ബി, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണേ, ക്യാൻ ബി പോസിബിൾ എന്നാണ് ചോദിക്കുന്നത്. പോസിബിൾ അല്ല, ക്യാൻ ബി എന്ന് പറയുമ്പോൾ തന്നെ അത് പോസിബിലിറ്റി ആണ്. പോസിബിൾ ആയിട്ടുള്ള ഓർഡർ ഇതിൽ ഏതായിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് ആദ്യം നിങ്ങൾ ഓർഡർ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നിട്ട് ഇതിൽ നിന്നും നമുക്ക് ഏത് ഓർഡറിലേക്ക് ഫൈനലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കൃത്യമായിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ക്യാൻ ബി അല്ലെങ്കിൽ പോസിബിലിറ്റി ഒക്കെ നമുക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഡേറ്റ പറയുന്നത് എങ്ങനെയാണ്? T is shorter than S. Okay, T is shorter than S. T is shorter than S, but taller than U. Okay, but taller than U. T S നേക്കാൾ ചെറുതാണ്, U നേക്കാൾ വലുതാണ്. അടുത്ത U is taller than P. Okay, U is taller than P. അടുത്തത് R and Q are shorter than B. R and Q are shorter than B, but taller than S. Okay, ആറും ക്യൂവും വിനേക്കാൾ ചെറുതാണ്, പക്ഷെ എസിനേക്കാൾ വലുതാണ്. അപ്പോൾ എസിനേക്കാൾ വലുതാകുമ്പോൾ എസിന്റെ ഫ്രണ്ടിലോട്ടായിരിക്കും ആറും ക്യൂവും വരിക അല്ലേ. അപ്പോൾ പക്ഷേ ഇവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആറും ക്യൂവിൻ്റെ ഓർഡർ എനിക്കറിയില്ല. ആറാണോ വലുത് ക്യൂ ആണോ വലുത് എനിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ കോമറ്റ് റെപ്രസെന്റ് ചെയ്തു. പക്ഷേ ആറും ക്യൂവും എന്തിനേക്കാൾ ചെറുതാണ്? ബിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ബി ഉറപ്പായിട്ട് ഇവരേക്കാൾ വലുതായിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് ആക്ച്വലി ഡേറ്റ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ബി ആയിരിക്കും, പിന്നെ ആർ അല്ലെങ്കിൽ ക്യൂ ആയിരിക്കും, പിന്നെ എസ്, പിന്നെ ടി, പിന്നെ യു, പിന്നെ പി. ഈ ഒരു ഓർഡറിലായിരിക്കും വരിക. അപ്പോൾ ഈ ആറും ക്യൂവിൻ്റെ കേസ് മാത്രമാണ് നിങ്ങൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വി ക്യു ആർ ടി എസ്, കണ്ടോ, എസ് കഴിഞ്ഞാൽ ടി വരേണ്ടത്, ടി എസ് അല്ല വരേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ വരില്ല. അടുത്തത് വി ആർ ക്യൂ. ഇവിടെ നമുക്ക് ആറും ക്യൂവും ആര് വന്നാലും പ്രശ്നമില്ല, കാരണം നമുക്ക് ഓർഡർ അറിയില്ല കേട്ടോ. രണ്ട് എസ് ടി യു പി. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ പോസിബിളായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് നോക്കാം. വി ആർ ക്യൂ വരെ ഓക്കെയാണ്. യു കഴിഞ്ഞിട്ട് ടി വരെയാണ് കേട്ടോ. യു കഴിഞ്ഞിട്ട് ടി എഴുതിയാണ്. എന്തായാലും യു ടീനേക്കാൾ പുറകിലാണ്, അപ്പോൾ ഇത് വരില്ല. അതുപോലെ ഇത് ടി ആണ് കേട്ടോ. വി ക്യു ആർ എസ് ടി പി യു എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് യു പി എന്നാണ് വരുന്നത് അല്ലേ. ഇത് വരില്ല. ഒന്ന് കിട്ടിയ സ്ഥിതിക്ക് അത് തന്നെയായിരിക്കും ആൻസർ. എങ്കിലും ഞാൻ ബാക്കിയുള്ളവരോട് ചെക്ക് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ആറും ക്യൂവും തമ്മിലൂടെ ഒരു ഡേറ്റ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് പോകാൻ സാധിക്കും. അവിടെ നിന്ന് പിന്നെ നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏറ്റവും വലുതാരാണ് ഏറ്റവും ചെറുതാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് ചോദിക്കുവാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഒരു ഓർഡർ പോസിബിൾ ആയിട്ടുള്ള ഓർഡർ ചെക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അടുത്ത വരുന്നത് ലെറ്റർ കോഡിംഗ് ആണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ലെറ്റർ കോഡിംഗ് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ്. ലോജിക് ബേസ്ഡ് ടോപ്പിക് എല്ലാം, കോഡിംഗ് ഡീകോഡിംഗ് ആകട്ടെ, സീരീസ് ആകട്ടെ, അനലോഗി ആകട്ടെ, അതുപോലെ തന്നെ ഓഡ് വൺ ആവട്ടെ, ഇതെല്ലാം നമുക്ക് എന്താണ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇവിടെ പറഞ്ഞ ഇൻ സർട്ടൻ കോഡ് ലാംഗ്വേജ് പ്രൈം ഈസ് റിട്ടൺ ആസ് KIRNB. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എപ്പോഴും ലെറ്റർ കോഡിംഗ് കിട്ടുമ്പോൾ എന്താ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുക കേട്ടോ. നിങ്ങൾ എടുത്തെഴുതിയിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഓക്കെ, എന്നിട്ട് സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് ഒന്ന് കമ്പയർ നോക്കുക. പിയും കെയും. അപ്പോൾ പിയും കെയും ഞാൻ നോക്കുവാണെങ്കിൽ പിയിൽ നിന്നൊരു 5 ലെറ്റർ പുറകിലോട്ട് വരുന്ന ലെറ്ററാണ് കെ എന്ന് പറയുന്നത് അല്ലേ. 6 ഐയും. ഓക്കെ, 6 ഐയും വരുന്ന സമയത്ത് അതിൽ നിന്നൊരു 9 ലെറ്റർ പുറകിലോട്ട് പോയിരിക്കുകയാണ്. ഐയും 6ഉം 9 കൂട്ടിയെടുക്കുകയാണ് അല്ലേ. എമ്മും എന്നും ഒരെണ്ണം മൈനസ് എൽ പ്ലസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ നമുക്ക് അറിയാം അല്ലേ. പിയും കെയും ഞാൻ നോക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ് അല്ലേ. ഞാൻ പറഞ്ഞ ആ മറ്റേ ലോജിക്ക് പ്രകാരം അല്ലാണ്ട് തന്നെ നമുക്ക് അവരെ തമ്മിൽ റിലേഷൻ ഓപ്പോസിറ്റ് ലെറ്റർ എന്നൊരു കൺസെപ്റ്റ് പറയാൻ പറ്റും. 6ഉം ഐയും നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കി ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. ഐയും 6ഉം ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. എം എൻ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. ഇയും ബി ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം സിമ്പിളാണ്. ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് വെച്ച് അല്ലെങ്കിൽ റിവേഴ്സ് ലെറ്റർ വെച്ചുള്ള കോഡിംഗ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുക. സ്പോട്ട് എസിൻ്റെ ഓപ്പോസിറ്റ് ആരാ വരാ? എസിൻ്റെ ഓപ്പോസിറ്റ് എച്ച് ആണ്. പിന്റെ ഓപ്പോസിറ്റ് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതാ ഉണ്ടോ, ആദ്യം എച്ച് വന്നില്ല, അതുകൊണ്ട് 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു ആദ്യമേ. അടുത്തത് തന്നെ നമുക്ക് ആൻസർ കിട്ടും. പി ഓപ്പോസിറ്റ് ആരായിരുന്ന കെ അല്ലേ. എച്ച് കെ ആൻസർ ഏതാ? HKLIG ആയിരിക്കും. ഓക്കെ, ഇതെന്തായാലും വരില്ല. അപ്പോൾ ഇങ്ങനെ 2 കഴിഞ്ഞപ്പോൾ തന്നെ ആൻസറിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഒ ആണെങ്കിൽ ഒയുടെ ഓപ്പോസിറ്റ് വരുന്നത് എൽ ആണ്. ആർ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഐ ആണ്. ടി ആകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നത് ജി ആണ്. ഓക്കെ, സെയിം ആൻസർ തന്നെ വന്നോളൂ. ഓക്കെ,
മാക്സിമം എക്സാം വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പോകാം കേട്ടോ. അടുത്തതും ഒരു ലെറ്റർ കോഡിങ് തന്നെയാണ്. നിങ്ങളായിട്ട് ചെയ്യുക, മാക്സിമം നിങ്ങളായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഞാനൊന്ന് എടുത്ത് എഴുതുവാണ്. ക്രാക്സിനാണ് ഒരു കോഡ് തന്നിരിക്കുന്നത്. ക്രാക്സിനാണ് ഒരു കോഡ് തന്നിരിക്കുന്നത് DQBBLR. ഓക്കെ, ലെറ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കാരണം സ്ഥിരമായിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. സിമ്പിൾ ലോജിക്കാണ്, നമ്മൾ സ്ഥിരം കാണുന്ന ലോജിക്കാണ് അല്ലേ. എന്താണ് സി കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ കഴിഞ്ഞിട്ടാണ് ഡി വരുന്നത്. ആറ് ലെറ്റർ പുറകിലാണ് ആര് വരുന്നത്? ക്യൂ വരുന്നത്. എ കഴിഞ്ഞ ഒരു ലെറ്റർ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്. സിക്ക് ഒരു ലെറ്റർ പുറകിലാണ് ആര് വരുന്നത്? ബി വരുന്നത്. കെ കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ കഴിഞ്ഞിട്ടാണ് എൽ വരുന്നത്. ആറിന് തൊട്ട് എസിന് തൊട്ട് മുന്നേ ഉള്ള ലെറ്ററാണ് ആരെന്ന് പറയുന്നത്? ആറെന്ന് പറയുന്നത്. അപ്പം +1 -1 +1 -1 +1 ഈ ഒരു പാറ്റേണിലാണ് പോയിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്പ്രൗട്ട് എന്ന് പറഞ്ഞൊരു വേർഡ് തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ +1 -1 +1 -1 +1 -1 ഈ ഒരു പാറ്റേൺ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ S+1 വരുമ്പോൾ ആരാ വരിക? ST അല്ലേ, ടി ആയിരിക്കും വരിക. അപ്പോൾ എല്ലാ ഓപ്ഷനിലും ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എലിമിനേഷൻ വരുന്നില്ല. അടുത്ത പിന്ന് ഒന്ന് കുറയ്ക്കുക. പിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ ആരാ വരിക? O ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് TQ വരുന്ന ഓപ്ഷൻസ് രണ്ടെണ്ണം ഉണ്ട്, നമുക്ക് അതെടുത്ത് കളയാം. അത് കഴിഞ്ഞിട്ട് 6 കഴിഞ്ഞിട്ട് തൊട്ട് അടുത്ത ലെറ്റർ S ആണ്. S വരുന്ന ബാക്കി രണ്ട് ഓപ്ഷനിൽ S വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കി പോകണമെങ്കിൽ ബാക്കി രണ്ട് ഓപ്ഷൻ നോക്കുക. S ഓക്കെയാണ്, N ഓക്കെയാണ്, V ഓക്കെയാണ്. എസും N-ഉം B-യും ഇതുവരെ ഓക്കെയാണ്. ലാസ്റ്റ് ലെറ്റർ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ T ഒന്ന് കുറയ്ക്കുകയാണ്. T ഒന്ന് കുറച്ച് തരാ S ആ വരിക അല്ലേ. S വരുന്ന ഓപ്ഷൻ ഉണ്ട്, 2 ആണ്. ഓക്കെ, 4 വരില്ല. ഇങ്ങനെ അങ്ങ് എടുത്ത് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ മാക്സിമം ഓപ്ഷൻ ഒന്നും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ടൈം കളയാതെ നോക്കുക മാക്സിമം. ഓക്കെ, നോക്കുക. വേർഡ് അനലോഗി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അനലോഗിയുടെ കേസിൽ ലെറ്റർ അനലോഗി, നമ്പർ അല്ലെങ്കിൽ വേർഡ് അനലോഗി ഒക്കെ വരാറുണ്ട്. ഫിഗേഴ്സ് വെച്ചിട്ടുള്ള അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് വരാം. ഇവിടെ ഇപ്പോൾ വേർഡ് അനലോഗിയാണ്. ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷ്യ, ഓഷ്യൻ, പെനിസുല, പ്ലേറ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പെനിസുലയാണ് ഒരു അല്ലേ. ഓക്കെ, ശ്രീലങ്ക ഒരു ഐലൻഡാണ്. ഓക്കെ, ഐലൻഡാണ് നമുക്കറിയാം ശ്രീലങ്ക. അപ്പോൾ ഇന്ത്യ എന്ന് വെച്ചാൽ ഒരു പെനിസുലയാണെന്നാണ് പറയുന്നത് നമ്മൾ. ഓക്കെ, ഇന്ത്യ ഏഷ്യയിലാണ്. അതുമായിട്ട് റിലേറ്റഡുള്ള കേസൊക്കെ വേറെ വരാറുണ്ട്. അതുപോലെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെയും വരാറുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഓക്കെ, വേർഡ് അനലോഗി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേർഡ് അനലോഗി കൂടുതലും GK റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് വേർഡുകൾ ഇതുപോലെ കാണും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ട് ശീലമാവും. അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ബ്ലഡ് റിലേഷൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. എല്ലാ എക്സാമുകളിലും 2 or 3 ക്വസ്റ്റ്യനൊക്കെ ബ്ലഡ് റിലേഷൻ ചോദിക്കുന്നുണ്ട്. കൂടുതലും ഈ പറയുന്ന പോലെ പോയിന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കൂടുതലും ചോദിക്കുക കേട്ടോ. ഇവിടെ നോക്കിയേ, അരുൺ സെഡ് ദീപക്സ് മദർ ഈസ് ദ മദർ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. ഓക്കെ, ദീപക്സ് മദർ, ദീപകിന്റെ മദറിനെ കുറിച്ചാണ് പറയുന്നത്. ദീപക്സ് മദർ ഈസ് ദ മദർ ഓഫ്, ഓക്കെ, അമ്മയാണ് ആരുടെ? മൈ ഫാദേഴ്സ് വൈഫ്, എൻ്റെ ഫാദറിന്റെ വൈഫ്. നിങ്ങൾ നോക്കാം, അരുണിന്റെ ഫാദറിന്റെ വൈഫ്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കി. അരുണിന്റെ ഫാദറിന്റെ വൈഫ്, മൈ ഫാദേഴ്സ് വൈഫ്. ആ വൈഫിന്റെ മദർ, ഓക്കെ, ആ വൈഫിന്റെ മദർ, അതാണ് ആരുടെ മദർ എന്ന് പറയുന്നത്? ദീപക്സ് മദർ, ദീപകിന്റെ മദർ. അപ്പൊ ഈ മദർ ആണ് ദീപകിന്റെ മദർ എന്ന് പറയുന്നത്. ഇവരുടെ സഹോദരനായിരിക്കും ആരെന്ന് പറയുന്നത്? ദീപകൻ. സഹോദരനോ സഹോദരി ആകാം കേട്ടോ, കാരണം ജെൻഡർ പ്രോപ്പറായിട്ട് ദീപകിനെ പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഹൗ ഇസ് ദീപക് റിലേറ്റഡ് ടു അരുൺ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഹൗ ഇസ് ദീപക് റിലേറ്റഡ് ടു അരുൺ എന്നാണ്. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്രദർ, ഫാദേഴ്സ് ബ്രദർ, ഗ്രാൻഡ് ഫാദർ, മദേഴ്സ് ബ്രദർ എല്ലാം മെയിൽ ജെൻഡേഴ്സ് ആണ്. അപ്പോൾ ദീപകിനെ ഒരു മെയിലായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് ദീപകിന്റെ ജെൻഡർ പറയാൻ പറ്റും. അപ്പോൾ ഹൗ ഇസ് ദീപക് റിലേറ്റഡ് ടു അരുൺ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അരുണിന്റെ ആരെന്ന് അരുണിന്റെ അമ്മയുടെ സഹോദരനാണ് ദീപക് എന്ന് പറയുന്നത്. മെറ്റേണൽ അങ്കിൾ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഓപ്ഷനകത്ത് മദേഴ്സ് ബ്രദർ എന്നാണ് കിടക്കുന്നത്. മെറ്റേണൽ അങ്കിൾ എന്ന ഓപ്ഷൻ വരാം, എങ്കിൽ അതെടുക്കണം. ഇവിടെ മദേഴ്സ് ബ്രദർ എന്നാണ്. ചില കേസുകളിലൊക്കെ ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരാറ് കേട്ടോ. ബ്ലഡ് റിലേഷൻ അത്യാവശ്യം എളുപ്പമാണ്. ഓക്കെ, ഇനി വരുന്ന 2 ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പാറ്റേൺസ് പല രീതിയിൽ വരുമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊരു സീറ്റിംഗ് 6 members M1, M2, M3, M4, M5, 6 ഫാമിലി ആർ സിറ്റിംഗ് ഇൻ എ റോ ഫേസിംഗ് ടുവേർഡ്സ് നോർത്ത്. ഓക്കെ, സിറ്റിംഗ് അറേഞ്ച്മെന്റ് പസിൽ പോലത്തെ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഒരേ ഷിഫ്റ്റിൽ തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരു പസിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ 2 ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് പസ്. നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക.
ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ കേൾക്കുക. അത് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത്. നമുക്ക് എങ്ങനെ വരും നോക്കിയേ. 6 പേരാണ് സിറ്റിംഗ് ഇൻ എ നോർത്ത് ഫേസിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നോർത്ത് ഫേസിംഗ് ആയിട്ട് 6 പേരെ പിടിച്ചിരുത്തും. അതായത് 6 പേർക്കുള്ള പൊസിഷൻ കൊടുക്കും. ഇങ്ങനെ അല്ലാണ്ട് ചെയ്യുന്നവരും ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. അപ്പം നമ്മൾ എത്ര പേരുണ്ടോ അവർക്കുള്ള പൊസിഷൻ ആദ്യമേ കൊടുത്തു വെക്കുക. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അവരെ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡേറ്റ M3 സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് M5 ആൻഡ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് M1. ഓക്കെ, ഇതിനകത്തോട് എഴുതാൻ പറ്റില്ല, ഞാൻ സെപ്പറേറ്റ് എഴുതണം. M3 എന്ന് പറയുന്ന ആള് M5ൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ്. അപ്പോൾ M5 എഴുതി കഴിഞ്ഞാൽ M5ൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആര് വരണം? M3 വരണം. ഓക്കെ, M5ൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ M3 വരണം. അതുപോലെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് M1. M1ൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ ആര് വരണം? M3 വരണം. അപ്പോൾ M1 ഇവിടെ വരും അല്ലേ, എങ്ങനെ M1ൻ്റെ സെക്കൻഡ് ലെഫ്റ്റ് 1 2 ലെഫ്റ്റിലേക്ക് സെക്കൻഡ് പൊസിഷനിൽ M3 വരണം. ഓക്കെ, M3 സിറ്റ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് M1. കാരണം ഇവിടെ ആൻഡ് വെച്ചാൽ കണക്ട് ചെയ്യും. നമുക്കറിയാം ഈ ഹൂം വിച്ചും ആൻഡും ബട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആൻഡ് വരുമ്പോൾ അത് ഫസ്റ്റ് പേഴ്സണാണ് മീൻ ചെയ്യുന്നത് അല്ലേ. അടുത്ത M4 ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് M2. ഓക്കെ, M4 ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് M2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം അറിയത്തില്ല, നമ്മൾ തന്നെ ഇവിടെ നോട്ട് ചെയ്താണ്. M2ൻ്റെ സെക്കൻഡ് റൈറ്റിൽ എങ്ങനെ വരും? M4. M2ൻ്റെ സെക്കൻഡ് റൈറ്റിൽ M4 വരും. M5 ഈസ് നോട്ട് സിറ്റിംഗ് അറ്റ് ദി എൻഡ് ഓഫ് ദി റോ. M5 ഒരു എൻഡിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻഡ് വരില്ല. ഓക്കെ, എൻഡിൽ വരില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കറിയാം M5 M3 M1 ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ M5 എൻഡിൽ വരില്ല എന്ന് വെച്ചാൽ ഈ എൻഡിലാണ് വരില്ല എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ എൻഡിൽ അല്ലെങ്കിലും വരില്ല. അപ്പോൾ M5 ഈ എൻഡിൽ വരില്ലെങ്കിൽ വേറെ എവിടേക്ക് ഇരുത്താൻ വരും നോക്കണം. ഞാൻ എനിക്ക് M5 ഇവിടെ ഇരുത്താം അല്ലേ. M5 ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ M3 ഇവിടെ വരും, ഒരാൾ കഴിഞ്ഞിട്ട് M1 ഇവിടെ വരും അല്ലേ. എനിക്ക് വേറൊരു പോസിബിലിറ്റി ഉണ്ട്, ഞാൻ അതുകൊണ്ട് ചെക്ക് ചെയ്യാണ്. പോസിബിലിറ്റീസ് എല്ലാം ചെക്ക് ചെയ്തോണേ. M5 ഇതാ ഇവിടെയും വേണമെങ്കിൽ ഇരുത്താൻ എനിക്ക് അല്ലേ. അപ്പോൾ M3 ഇവിടെ വരും, M1 ഇവിടെ വരും. ഇത് രണ്ടാമത്തെ പോസിബിലിറ്റിയാണ്. ഈ രണ്ട് പോസിബിലിറ്റിയിൽ എനിക്ക് M5 എൻഡിൽ വരാതിരിക്കുമ്പോൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് രണ്ട് അറേഞ്ച് ചെയ്തപ്പം ഇത്രയും ഡേറ്റ് നമ്മൾ എടുത്തപ്പോൾ 2 പോസിബിലിറ്റി ആയി. ഇനി എനിക്കൊരു ഡേറ്റ ഉള്ളത് M2ൻ്റെ സെക്കൻഡ് റൈറ്റിൽ M4 വരണമെന്ന ഡേറ്റ ഉണ്ട്. നിങ്ങൾ നോക്കുക, അപ്പോൾ എനിക്ക് 3 സ്ഥലമാണ് ബാക്കിയുള്ളത്. M2നെ ഇരുത്തിയാൽ സെക്കൻഡ് റൈറ്റിൽ M4 എഴുതണം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ M2നെ ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ M4 എനിക്ക് ഇവിടെ ഇരുത്താൻ സാധിക്കും. വേറെ ഇരുത്തി കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ. അതേസമയം ഇവിടെ ആണെങ്കിൽ M2നെ ഇവിടെ ഇരുത്തിയാൽ പറ്റില്ല, M2നെ ഇവിടെ ഇരുത്തിയാലും പറ്റില്ല, M2നെ ഇവിടെ ഇരുത്തിയാലും പറ്റില്ല, എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ പോസിബിലിറ്റി ഞാൻ കളയാൻ എനിക്ക് 2 പോസിബിലിറ്റി ഞാൻ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. കാരണം ആദ്യത്തെ ഡേറ്റയ്ക്ക് 2 പോസിബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും കളഞ്ഞു. അപ്പോൾ റിമൈനിങ് ഉള്ള ആളെ പിടിച്ച് ഇവിടെ ഇരുത്തുവാണ് M6. ഓക്കെ, എൻ്റെ അറേഞ്ച്മെൻറ്റ് ആയി കഴിഞ്ഞു, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ആയി കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, ഹു ആർ സിറ്റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദി റോ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദി റോയിലിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? M6ഉം M4ഉം. ഓക്കെ, M6 ആൻഡ് M4 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ, സിമ്പിൾ സിറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. നമുക്ക് പൊതുവെ റെയിൽവേ എക്സാമിനൊക്കെ ഇതുപോലെ സിമ്പിളായിട്ടും ചോദിക്കാറുണ്ട്. ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ടൈം എടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങളൊരു ഓർഡറിൽ ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക ഒരുപാട് ക്വസ്റ്റ്യൻസ്, എങ്കിലേ നമുക്കിത് എക്സാം വൈസ് നോക്കുമ്പോൾ യൂസ് ഉള്ളൂ കേട്ടോ. ഇവിടെ 6 women W1, W2, W3, W4, W5 and W6 lives in different hotel PQRST and W, not necessarily in the same order. No 2 women live in same hotel എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1 woman live in only 1 hotel. ഓക്കെ, ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അപ്പം 6 പേരും 6 ഹോട്ടലുകളും. ഇതൊരു പസിലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊരു പസിലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പസിലിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ കുറച്ച് ആൾക്കാരും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, അവർ താമസിക്കുന്ന എന്താണ് ഹോട്ടലുകൾ, ഈ പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ, കാറുകൾ എന്നൊക്കെ പറഞ്ഞ ഡേറ്റാസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഡേറ്റ ഫിക്സ് ചെയ്യും. ഓക്കെ, ഏതെങ്കിലും ഒരു ഡേറ്റ നിങ്ങൾ ഫിക്സ് ചെയ്യാം. പസിൽ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ പറയുന്നത്. ഒരു ഡേറ്റ് നിങ്ങൾക്ക് ഒന്നുകിൽ വുമൻസിനെ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലേസ് ഫിക്സ് ചെയ്യാം, ഹോട്ടൽ ഫിക്സ് ചെയ്യാം. ഞാനിപ്പോൾ വുമനെയാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ W1, W2, W3, W4, W5, W6. ഓക്കെ, വുമൺ ഞാൻ ഫിക്സ് ചെയ്തു. എൻ്റെ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഇവർ താമസിക്കുന്ന ഹോട്ടലിനെ ആ ഡേറ്റ പ്രകാരം ഞാൻ കൊണ്ടുവയ്ക്കണം. ഓക്കെ, നമുക്ക് നോക്കാം, ഡേറ്റ വായിച്ചു നോക്കാം. ഫസ്റ്റ് ഡേറ്റ പറയുന്നത് W4 ഡസ് നോട്ട് ലിവ് ഇൻ ഹോട്ടൽ P or R അല്ലേ. അപ്പോൾ W4 Pയിലും Rലും വരുന്നത് എങ്ങനെയാണ് നോട്ട് ചെയ്യുക? Pയിലും Rലും വരില്ല. ഇവിടെ എഴുതി വെക്കില്ല. ഇവിടെ എഴുതി എനിക്ക് ഏതാണോ വരേണ്ടത് അത് എഴുതി വെക്കാനാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ W4ൽ Pയും Rഉം വരില്ല, നോട്ട് ചെയ്തു. അടുത്ത W3 ആൻഡ് WR ലിവ്സ് ഇൻ S ആൻഡ് W റെസ്പെക്റ്റീവ്ലി. ഈ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആദ്യം പറഞ്ഞ ആൾ ആദ്യടുത്തും രണ്ടാമത് പറഞ്ഞ ആൾ രണ്ടിടത്തും എന്നാണ് ഉദ്ദേശിക്കുന്നത്. W3 S-ലും W6 W-ലും
കണ്ടോ, ഇതാ അവർ ഉദ്ദേശിക്കുന്നത്. റെസ്പെക്റ്റീവ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അടുത്ത W1 ഡസ് നോട്ട് ലിവ് ഇൻ T or R. ഓക്കെ, W1 Tയിലും ആറിലും വരില്ല. ഓക്കെ, Tയിലും ആറിലും W1 വരില്ല. ഓക്കെ, നോട്ട് ചെയ്തു. W5 ഡസ് നോട്ട് ലിവ് ഇൻ R or P. W5 ആറിലും Pയിലും വരില്ല. ഓക്കെ, അത്രയും ഡേറ്റേ ഉള്ളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പിനേഷൻ ഓഫ് വുമൺ ആൻഡ് ഹോട്ടൽ ഈസ് ഡെഫിനറ്റ്ലി ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ 2 പേരെ ഫിക്സ് ചെയ്തിരുന്നു. W3 S-ലാണെന്നും W6 W-ലാണെന്നും ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കിയോടെ നിങ്ങൾ നോക്കി ബാക്കി 4 പേരെ എഴുതാറുണ്ട്. അപ്പോൾ ഈ 4 പേരിൽ നമുക്ക് 3 പേരെ വെച്ച് കുറച്ച് ഐഡിയ ഉണ്ട്. കാരണം അവർ ഇന്ന ഹോട്ടലിൽ നിന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കാം, ഇപ്പോൾ W1 ആയാലും W4 ആയാലും W5 ആയാലും എവിടെ നിന്ന് വരില്ല? ആറിൽ നിന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? W1ഉം W4ഉം W5ഉം ആറിൽ നിന്ന് വരില്ല. അപ്പോൾ പിന്നെ ആറിൽ നിന്ന് വരുന്ന ആരായിരിക്കും? W2 ആയിരിക്കും. കണ്ടോ, W2ന്റെ സ്ഥലം പ്ലേസ് ചെയ്യാൻ പറ്റി. പിന്നെ ബാക്കിയുള്ള W1ഉം W4ഉം W5 അല്ലേ? അതിൽ W4ഉം W5ഉം എവിടെ നിന്ന് വരില്ല? P എന്ന് വരില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ P എന്ന് വരുന്ന ആരായിരിക്കും? W1 ആയിരിക്കും അല്ലേ? ഇനി 2 പ്ലേസ് ഉണ്ട്, 2 ആൾക്കാരുണ്ട്. W1 T വരില്ല, അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. W4 W5 T ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? Q ഉണ്ട് അല്ലേ? T or Q എന്ന് എടുക്കാനേ പറ്റത്തുള്ളൂ. ഇവിടെ T or Q എന്ന് എടുക്കാനേ പറ്റത്തുള്ളൂ. ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വേറെ ഡേറ്റാസ് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പിനേഷൻ ഓഫ് വുമൺ ആൻഡ് ഡെഫിനറ്റ്ലി ട്രൂ. ശരിയായിട്ടുള്ള ഞാൻ ചോദിക്കുന്നത് W2 P അല്ല, W2 R ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ അല്ല. W5 T ആണെന്ന് പറയുന്നുണ്ട്, അത് ഫിക്സ് ചെയ്ത് പറയാൻ സാധിക്കത്തില്ല. W1 P ആണെന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റും. W5 T ആകാം, T ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. T or Q എന്ന് നടക്കുന്നത് അത് ഡെഫിനറ്റ്ലി ട്രൂ ആയിട്ടുള്ളൊരു കേസാണ് അവർ ചോദിക്കുന്നത്. കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റണം. ഓക്കെ, W1 P പറയാം, അപ്പോൾ ഇതേനായിരിക്കും നമ്മുടെ ആൻസർ വരിക അല്ലേ? W4 ഇതേനാണ്, T or Q എന്നേ ഉള്ളൂ, T എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് പസിലിൻ്റെ കേസാണിത്. ഇപ്പോൾ പസിൽ റെയിൽവേ എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സാധാരണ SSC എക്സാമിൽ പസിൽ അങ്ങനെ കാണാറില്ലെങ്കിലും റെയിൽവേ എക്സാമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പസിലിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ബസ്സിലൊക്കെ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത് നല്ലപോലെ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഷിഫ്റ്റിൽ കണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന മോഡലിൽ നിന്ന് എടുക്കുന്നില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്കുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, ഡിഫറെൻറ്റ് ടോപ്പിക്സുകൾ ഇങ്ങനെയാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും നല്ലപോലെ എന്ത് ചെയ്യുക, കണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ ഈ ലൈവ് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ലൈവ് അല്ല ക്ലാസ് പോകുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, ലൈവ് ആണെങ്കിൽ നമുക്ക് ടൈം തരാൻ പറ്റും. ഇതിപ്പോൾ ലൈവ് അല്ല, റെക്കോർഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളായിട്ട് തന്നെ ടൈം കണ്ടുപിടിച്ച് ഇത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നിങ്ങളായിട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ കേൾക്കാം. ഓക്കെ, മാക്സിമം നിങ്ങൾ ഇതിൻ്റെ അകത്ത് എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതിനെ പറഞ്ഞു പോകുന്നതിന് മുന്നേ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും നല്ലൊരു സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.